നമ്മളുള്ളത് തിരൂർ ആലത്തൂരിലാണ്. ആലത്തൂരിലെ ഒരു ആക്രിക്കടയ്ക്കാണ് അല്പസമയം മുമ്പ് തീ പിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തീപിടുത്തത്തിന് കാരണമെന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരൂർ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 2 യൂണിറ്റാണ് എത്തി ഈ ശ്രമം തുടരുന്ന സാഹചര്യമുള്ളത്. എന്തായാലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറേ, ഫയർ കൺട്രോൾഡ് ആണോ? കൺട്രോൾഡ് ആണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. കുറച്ച് ഇതും കൂടെ ഉള്ളൂ, വന്ന് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ. കുറച്ച് സമയം കൊണ്ട് പൂർണ്ണമായിട്ട് ഇതാവും. സമീപത്തെ വീടുകളിലൊന്നും പ്രശ്നമില്ല. ഇല്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സമീപത്തെ 2 വീടുകളുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് തീ പടരാതെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ആ കാര്യം. ഇക്കത് എപ്പോഴാണ് സംഭവിച്ചത്? 11 മണിക്ക്. വീടുകളിലേക്ക് പടരാനുള്ള സാധ്യത ഇല്ലല്ലോ? ഇല്ല, കഴിച്ചിലേക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെന്താ ശരിക്കും ആക്രിക്കടയാണ്? ആക്രിക്കടയാണ്. കുറെ ചിരട്ടിയും കാര്യങ്ങളും സാധനം കണ്ടമാനം സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിൽ കറണ്ടിന്റെ ഷോർട്ടേജാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്. അതെ. എന്താ സംഭവം? എന്താ ശരിക്കും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കത്തിപ്പിടിച്ചെന്നുള്ളത് അറിയില്ല. ഇത് കത്തൽ തുടങ്ങി, ആ തലക്കെന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇതിന് പിന്നെ ഫയർഫോഴ്സിന് മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ചു വരുത്തി അണക്കൽ തുടങ്ങി. പക്ഷേ ഇതിനകത്ത് ഒരു പെട്ടെന്ന് കത്തി പിടിക്കുന്ന കുറേ സാമഗ്രികളുണ്ട്. കാരണം ആക്രിക്കടയല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ഇതുള്ളത് കൊണ്ട് വേഗം കത്തി പിടിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങൾ വന്ന് നാട്ടുകാരും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പെട്ടെന്ന് തീ അണക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതിന് ചുറ്റുമതിലുള്ളത് കൊണ്ടാണ് വലിയ അപകടത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് വീടുകളൊക്കെ അടുത്തുണ്ടല്ലോ? വീടുകൾ തൊട്ടടുത്തുണ്ട്. പക്ഷെ ആ വീടുകളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ തീ അണക്കാൻ സാധിച്ചു. അതിനൊക്കെ ചുറ്റുമതിലുള്ളത് കൊണ്ട് അങ്ങോട്ട് തീ പോയിട്ടില്ല. ഒരുപക്ഷെ രാത്രി ആയിരുന്നെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കാമായിരുന്നു. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എങ്ങനെയാണ് തീപിടുത്തം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ തീ പടരുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു മൂലയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നീടത് ഈ ഗ്രൗണ്ടിലേക്ക്, അതായത് ഈ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് മുഴുവൻ കത്തിപ്പടരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇപ്പോഴും തീ കത്തുന്നുണ്ട് അല്ലേ? അതെ. ഇത് എന്താണ്, ലൈനുമ തട്ടിയതാണ്. തട്ടിയാണോ? ഷോർട്ട് ആയതാണ് ലൈന്, ഷോർട്ട് സർക്യൂട്ട്. അതെ. നിങ്ങളൊക്കെ ഈ പരിസര പ്രദേശത്തുള്ള? നമ്മൾ തന്നെയൊക്കെയാണ് ഷോപ്പുകൾ. നമ്മുടെ അളിൻ്റെ എന്താണ് അവിടെ നിന്ന് ഒരു 12 മണിൻ്റെ ശേഷമാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് പിടിച്ചതാണ്. അവിടെ ചിരട്ട സ്കൂളിൻ്റെ ബുക്ക്, കാർബോർഡാണ്. ഇത് 3 ഉള്ളതുകൊണ്ടാണ് തീ അണയാൻ ബുദ്ധിമുട്ടാവുന്നത്. പേപ്പറുകളും പേപ്പർ, ചിരട്ട, പിന്നെ ഈ കാർബോർഡ്, ഈ 3 ഐറ്റം ഉള്ളതുകൊണ്ടാണ്. അത് ചിരട്ട ഒരു 6000 കിലോൻ്റെ അടുത്തോളം ഉണ്ട് ഇവിടെ ചിരട്ട. ഈ 6000 കിലോനോളം ചിരട്ട ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ തീ ഇങ്ങനെ പവഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് എപ്പോഴും കിട്ടുപോകേണ്ടതാണ്. അല്ലാതെ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കത്തിയിട്ടില്ല, അവർക്ക് മുന്നിലാണ്. നിലവിൽ ചിരട്ട, ഈ കാർബോർഡ് ബുക്ക്, അങ്ങനത്തെ കുറച്ച് ചെറിയ സാധനങ്ങൾ മാത്രമാണ് മെയിനായിട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ അണയാനും പ്രയാസപ്പെടുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ദൃശ്യങ്ങളിൽ കാണാം, ഏകദേശം 6000-ഓളം ചിരട്ട ഈ ഭാഗത്തായിട്ട് കൂട്ടിയിട്ടിരുന്നു. അതാണ് പ്രധാനമായി പുകഞ്ഞു കത്തുന്നത്. പുസ്തകങ്ങൾ, കാർഡ്ബോർഡുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഈ പുകഞ്ഞു കത്തുന്നത്. എന്തായാലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങളിലേക്ക് തീ പടരാതെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഒരു ഇടപെടൽ അത് എത്രയും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. 2 യൂണിറ്റ് സംഭവം നടന്ന ഉടൻ തന്നെ ഇവിടെ എത്തി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.